ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും പോലെ തന്നെ നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് വീട്ടിലേക്കൊക്കെ വരുന്ന കൊതുകിനെയും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ഈച്ചകളെയും കൊച്ചു ഈച്ചകളെയൊക്കെ തുരത്താൻ പറ്റിയ ഒരു കിഡിലൻ ടിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ഒരു സഹോദരി എന്നോട് ചോദിച്ചതാണ് വീട്ടിലുള്ള കൊച്ചു ഈച്ചകളെ തുരത്താൻ പറ്റിയ വല്ല ടിപ്സും ഉണ്ടോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ല ടിപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് നല്ലൊരു കിട്ടിലൻ ടിപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കൊച്ചീച്ചകളാണെങ്കിൽ വലിയ കൊതുകുകൾ, ഈച്ചകൾ ഒക്കെ ഇരിക്കുന്ന സ്ഥലം പോലും അറിയാണ്ട് പോകുക, അത്ര നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇടികല്ലിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കടുക് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട, ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ച കടുകൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് ഗ്രാമ്പും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതുപോലെ ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വലിയ വലിയ രോഗങ്ങളൊക്കെ ഈ മഴക്കാലത്ത് പരത്തുന്ന കൊതുകിനെയും അതുപോലെ തന്നെ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ ഈച്ചകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ തുരത്താൻ പറ്റിയ ഒരു കിട്ടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോഴാണ് ഞാൻ ഈ ടിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കടുക് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ പൊടിച്ച ക്രാമ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കതിലേക്ക് ഇച്ചിരി നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം നല്ലെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് കടുക് പൊടിച്ചതും അതുപോലെ തന്നെ ഗ്രാമ്പു പൊടിച്ചതും നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ നമുക്കിത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ടിപ്പിലേക്ക് ആവശ്യമായ സവാളയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സവാളയുടെ നടുഭാഗം ഇതുപോലൊന്ന് തുളയിട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഞാനിത് റെഡിയാക്കുന്നത് ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയുടെ അടിഭാഗം ഒരുപാട് തിന്നാകരുത് കേട്ടോ. കുറച്ചും കൂടെ കട്ടിക്ക് വേണം നമ്മൾ ഇത് തുളയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്ന സമയത്ത് താഴേക്ക് പോകാണ്ടിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചുമന്നുള്ളിയുടെ തൊലിയാണ്. അപ്പോൾ ഇതും കൂടെ ആവുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് സവാളയ്ക്കുള്ളിൽ ആ വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ചുമന്നുള്ളിയുടെ തൊലിയും കൂടെ ചേർന്ന് ആ വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു സ്മെല്ല് കാരണം തന്നെ കൊതുക്, ഈച്ചകൾ, അതുപോലെ തന്നെ കൊച്ചീച്ചകൾ ഒക്കെ വീടിൻ്റെ ആ ഒരു പരിസരത്ത് പോലും വരാത്ത രീതിക്ക് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചുമന്നുള്ളിയുടെ ഈ തൊലി നമുക്ക് സവാളയുടെ ഉള്ളിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ഒരു എണ്ണയുടെ മിക്സാണ്. കടുക് പൊടിച്ചതും അതുപോലെ തന്നെ ഗ്രാമ്പൂ, മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല എണ്ണയിൽ മിക്സ് ചെയ്ത് നമ്മൾ 1 മണിക്കൂറോളം കുതിരാൻ വെച്ച് ഈ ഒരു മിക്സ് നമുക്ക് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപയോഗിച്ച് വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് ചുമന്നുള്ളിയുടെ തൊലിയിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ്, അതുപോലെ തന്നെ സവാളയുടെ ആ ഒരു ഗ്യാസ് ഒക്കെ കൂടി നമുക്ക് ഒരു വിളക്ക് പോലെ കത്തുന്ന സമയത്ത് വരുന്ന ഒരു സ്മെല്ല് തന്നെയാണ് ഈ മഴക്കാലത്ത് ഒരുപാട് രോഗങ്ങളൊക്കെ പരത്തുന്ന കൊതുകുകളെയും അതുപോലെ തന്നെ
ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ഈച്ചകൾ, വീട്ടിലുണ്ടാകുന്ന കൊച്ചീച്ചകളൊക്കെ തുരത്താൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണിത്. ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കടകളിലൊക്കെ നമുക്ക് ഒരുപാട് ഈ കൊതുകിനെയും അതുപോലെ തന്നെ ഈച്ചകളെ തുരത്താനുള്ളതൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ സന്ധ്യാസമയമാകുമ്പോൾ നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്താണോ കൊതുകിൻ്റെ ശല്യം ഓവറായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു വിളക്ക് കത്തിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു കൊതുകിൻ്റെ ശല്യം, ഈച്ചയുടെ ശല്യം, ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ഈച്ചകളുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്മെല്ല് നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. കോൾഡൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു സ്മെല്ല് എടുക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ടിപ്പാണ്. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.